നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് തിയറി പരീക്ഷയ്ക്കാണെങ്കിലും പ്രാക്ടിക്കൽ എക്സാംസിനാണെങ്കിലും എല്ലാത്തിനും പ്രയോജനമാകുന്ന ഒരു ചാനലാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അന്നേരം അടിപൊളി സൂപ്പർ ടൈം ടേബിൾ ആണ് ഈ വർഷം വന്നേക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ ടൈം ടേബിളൊക്കെ വരുമ്പം മോശമാണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് എതിർത്ത് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് അതിഗംഭീര ടൈം ടേബിൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടൈം ടേബിൾ ആണ് നമുക്ക് വന്നേക്കുന്നത് ഈ വർഷം. എന്നാലും ഞാൻ ടൈം ടേബിളിലേക്ക് പെട്ടെന്ന് വരാം. ഇത് ഓർമ്മത്തോണം റെഗുലർ സ്റ്റുഡൻസിനും സേ എഴുതുന്ന കുട്ടികൾക്കും ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികൾക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആലോചിക്കുക. അന്നേരം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നിങ്ങളുടെ പരീക്ഷ +2ന്റെ പരീക്ഷ തുടങ്ങുന്നത് മാർച്ച് 6-ാം തീയതിയാണ്. മാർച്ച് 6-ാം തീയതി തുടങ്ങുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ തന്നെ വിഷയമാണ്, ഫിസിക്സ് ആണ് തുടങ്ങുന്നത്. അതായത് ഫിസിക്സ് തുടങ്ങുമ്പോൾ നമ്മളൊരു 4-5 ദിവസം മുമ്പ് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു 5 ദിവസമെങ്കിലും അല്ലെങ്കിൽ 1-ാം തീയതി മുതൽ തുടങ്ങിയാൽ പോലും 4-5 ദിവസം നമുക്ക് ഗ്യാപ്പ് കിട്ടും. ആദ്യത്തെ പരീക്ഷ ഫിസിക്സാണ്. പല വർഷങ്ങളിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഇത് മാറ്റി പല പരീക്ഷകളായി ഫിസിക്സിന് ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് വന്നതിൽ നിന്ന് വളരെ സന്തോഷമുണ്ട്. കാരണം ഏറ്റവും ടഫായിട്ട് ഉള്ള സബ്ജക്റ്റും ഏറ്റവും കൂടുതൽ ഫെയിൽ ആകുന്ന സബ്ജക്റ്റും ഒക്കെയാണ്. അതിനെ അപേക്ഷിച്ച് നല്ല തുടക്കം ഫിസിക്സ് ആണ്. തൊട്ടടുത്ത ദിവസം തന്നെ 7-ാം തീയതി തന്നെ ഹോം സയൻസും കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. അന്നേരം ഒരു ദിവസം അവിടെ ഗ്യാപ്പ് ഇല്ല എന്നുള്ളൊരു ചെറിയ ന്യൂനതയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഹോം സയൻസ് കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് ആ ഒരു ഇതാക്കാം, ആ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉച്ചയ്ക്കാണ്, ഫോർനൂണാണ് പരീക്ഷ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അതൊരു 3 ദിവസം ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. 2 ദിവസം കഴിയുമ്പോൾ കെമിസ്ട്രിയുടെ പരീക്ഷയാണ്. അന്നേരം 2 ദിവസമേ ഉള്ളൂ അതിനിടയിലുള്ള ഗ്യാപ്പ്. പക്ഷേ 2 ദിവസം മതി. നമ്മൾ നേരത്തെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ 2 ദിവസം മതി. കെമിസ്ട്രിയുടെ പരീക്ഷ ഒരു 3-4 ദിവസം കിട്ടിയിരുന്നെങ്കിൽ അതിഗംഭീരമാകുമായിരുന്നു. പക്ഷേ എല്ലാം ഒത്തടങ്ങി ഗവൺമെന്റ് ഒരിക്കലും എടുത്തില്ല. പിന്നെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. 10 കഴിഞ്ഞ് 12-ന് സെക്കൻഡ് ലാംഗ്വേജിനാണ്. പിന്നെ വരുന്നത് 4 ദിവസം കഴിഞ്ഞിട്ടാണ് മാത്സ്. അത് ഉഗ്രൻ ടൈം ടേബിളാണ്. 17-ാം തീയതി മാത്സ് ആണ്. ഇനി അതിനെക്കാട്ടി രസം എന്ന് പറഞ്ഞാൽ പിന്നെ 6 ദിവസം കഴിഞ്ഞിട്ടാണ് 24-ാം തീയതിയുള്ളൂ ബയോളജി. അവിടെ ഒരു ചെറിയ കട്ടിയായിരുന്നു. ഈ 6 ദിവസം എന്നുള്ളത് 2 ദിവസം കെമിസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിക്ക് 4 ദിവസവും കിട്ടിയതിനെ ബയോളജിക്ക് 4 ദിവസം. അന്നേരം ബോട്ടണി സോളജിന് 2 ദിവസം പഠിക്കാമായിരുന്നു, കെമിസ്ട്രി നല്ലപോലെ പഠിക്കാമായിരുന്നു. അവിടെ ചെറിയ ഒരു പാകപ്പിഴ പറ്റിയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും പോട്ടെ, ഇതിനെക്കാട്ടി മോശം ടൈം ടേബിൾ വേണ്ട സ്ഥിതിക്ക്. പിന്നെ നമുക്ക് ഒട്ടും ഇതാക്കാൻ പറ്റാത്ത ഇംഗ്ലീഷിന് 3 ദിവസമുണ്ട്. 24-ാം തീയതി കഴിഞ്ഞിട്ട് 28-ാം തീയതിയേ ഉള്ളൂ ഇംഗ്ലീഷ്. പക്ഷേ അവിടെ ഒരു സത്യാവസ്ഥ എന്ന് പറയുമോ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിലാകുന്ന ഒരു സബ്ജക്റ്റ് പലപ്പോഴും, അതായത് സയൻസിലും കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അല്ലെങ്കിൽ അക്കൗണ്ടൻസിയോ എക്കണോമിക്സോ ഒന്നും അല്ല, ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഇച്ചിരി കാര്യമായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് A+ നഷ്ടപ്പെടുന്നതും A നഷ്ടപ്പെടുന്നതും തോക്കുന്നതും കൂടുതലും ഇംഗ്ലീഷും വരും. അത് ഇംഗ്ലീഷ് ഒരു വലിയ ട്വിസ്റ്റ് വരുന്ന സാധനമാണ്. ഓക്കെ. പിന്നെ ഫസ്റ്റ് ഇയറിന്റെ ടൈം ടേബിളോട് വരുവാണെങ്കിൽ ആദ്യം 5-ാം തീയതിയാണ്, മാർച്ച് 5-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. അത് ഇംഗ്ലീഷാണ്. 9-ാം തീയതി ഇല്ല, നിങ്ങൾക്ക് 5-ാം തീയതി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ 6 ദിവസം ഗ്യാപ്പ്, 5 ദിവസം ഗ്യാപ്പിന് ശേഷം സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് 2 ദിവസം, ഒറ്റ ദിവസം ഗ്യാപ്പിന് ശേഷം കെമിസ്ട്രിയാണ്. അന്നേരം അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് കെമിസ്ട്രിക്ക് ഒറ്റ ദിവസം മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ. അന്നേരം നിങ്ങൾക്ക് ആ സെക്കൻഡ് ലാംഗ്വേജിന്റെ 5 ദിവസം എന്നുള്ള, അങ്ങനെ കരുതുക, സെക്കൻഡ് ലാംഗ്വേജിന്റെ 5 ദിവസം എന്നുള്ളതിനകത്ത് ഒരു 3 ദിവസം നിങ്ങൾ കെമിസ്ട്രി പഠിക്കാൻ എടുക്കുക എന്നുള്ളതാണ്. 2 ദിവസമാണ് ബയോളജിക്കുള്ളത്. 16-ാം തീയതി ബയോളജിയാണ്. പിന്നെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ 18-ാം തീയതി ഹോം സയൻസും കമ്പ്യൂട്ടർ സയൻസും ആണ്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഫിസിക്സ് ഉള്ളൂ. ഫിസിക്സ് പഠിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് മാത്സ് ഉള്ളൂ. മാത്സിനും ഫിസിക്സിനും അത്യാവശ്യം സമയമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കെമിസ്ട്രിക്ക് വലിയ സമയമില്ല. അത് കെമിസ്ട്രി സെക്കൻഡ് ലാംഗ്വേജിന്റെ ദിവസം നിങ്ങൾ കെമിസ്ട്രിയിലോട്ട് അങ്ങ് മാറ്റിയെടുത്താൽ മതി. ഇത് മോശം ടൈം ടേബിൾ അല്ല, അഡ്ജസ്റ്റ് ചെയ്താൽ ഓക്കെ ആണ്. ഈ പറഞ്ഞ പോലെ 5-ാം തീയതി തുടങ്ങി 27-ാം തീയതി തീരും. നമ്മൾ എങ്ങനെ
ബുദ്ധിപരമായിട്ട് പഠിക്കുന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനുള്ളൊരു സ്റ്റഡി ടൈം ടേബിൾ ഒരു മാസം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം റെഡിയാക്കി തരും. നിങ്ങൾ ഓരോ വിഷയങ്ങൾ ഓരോ ചാപ്റ്റർ തീർക്കാൻ എത്ര ദിവസം വേണം, അങ്ങനെ പഠിക്കാനുള്ളതൊക്കെ തരും. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക, ടൈം ടേബിൾ എങ്ങനെ ഉണ്ടെന്ന് പറയുക. അതനുസരിച്ച് ഉറപ്പായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കുക, നല്ലപോലെ പഠിക്കുക. പ്രാക്ടിക്കൽസ്, തിയറി ഇനി അങ്ങോട്ട് പരീക്ഷാക്കാലമാണ്, സുവർണ്ണകാലമാണ്. പഠിത്തം മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് +2 ഒക്കെ കഴിഞ്ഞാൽ ഒരു 5-6 മാസം ഗ്യാപ്പ് ആടേ. അന്നേരം നമുക്ക് ബോറടിക്കും. ഇപ്പം പഠിക്കേണ്ടവൻ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ +2 കഴിയുമ്പോൾ നമ്മൾ പരീക്ഷ കഴിയുമ്പം ദുഃഖിക്കും. ഇപ്പം അട്ടപ്പടല ഹാർഡ് വർക്ക് ചെയ്താൽ, ഗംഭീരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ +2 കഴിയുമ്പോൾ നമുക്ക് സൂഹിക്കാം. നല്ല കോഴ്സ് എടുക്കുക, നല്ലയിടത്ത് പോയി പഠിക്കുക. വെളിയിലെങ്കിൽ വെളിയിൽ, ഇന്ത്യയിലെങ്കിൽ ഇന്ത്യ, കേരളത്തിൽ പഠിക്കുക. ഇതെല്ലാം നന്നായിരിക്കും. ഇതെല്ലാം നിങ്ങളെ പഠിത്തത്തെ ആശ്രയിച്ചിരിക്കും. നല്ല പഠിക്കുക, നല്ല മാർക്ക് കിട്ടേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.